ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഉച്ചയ്ക്ക് 2 മണിയോടെ പത്തനംതിട്ട 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ രാഹുലിനെ ഹാജരാക്കും. തുടർ കസ്റ്റഡി SIT ആവശ്യപ്പെടില്ല. തിരികെ ജയിലിലേക്ക് മാറ്റും. പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കുന്നത്. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ലെന്ന വിവരം SIT കോടതിയെ അറിയിക്കും. ഡാൻ കുര്യൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരും. ഡാൻ, നേരത്തെ തന്നെ അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ SITയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അതുമാത്രമല്ല, ഇതുവരെ ഫോണിന്റെ പാസ്വേഡ് നൽകാൻ പോലും രാഹുൽ തയ്യാറായില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇന്ന് എന്ത് സംഭവിക്കും? വിവരങ്ങൾ എന്താണ്? 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ഇന്ന് ഉച്ചയോടെ അവസാനിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഉച്ചയ്ക്ക് ഹാജരാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘവും എത്തിയിരിക്കുന്നത്. തുടർ കസ്റ്റഡി കാലാവധി ആവശ്യപ്പെടില്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒരു തരത്തിലും അന്വേഷണവുമായി സഹകരിക്കാത്ത ഒരു സമീപനമാണ് രാഹുലിന്റേത് എന്ന കാര്യം അന്വേഷണ സംഘം കോടതിയെ ബോധ്യപ്പെടുത്തും. മാത്രമല്ല, ഈ ഡിജിറ്റൽ തെളിവ് ശേഖരണത്തിനായി മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് നൽകണമെന്ന ആവശ്യത്തോട് ഒരു തരത്തിലും അനുകൂലമായ ഒരു നിലപാട് രാഹുൽ സ്വീകരിച്ചില്ല. തനിക്ക് അനുകൂലമായ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള നീക്കമുണ്ടാകുമെന്ന് പറഞ്ഞാണ് മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു നൽകാൻ രാഹുൽ തയ്യാറാകാത്തത്. കോടതിയിൽ ഈ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ആക്കിയതിനു ശേഷം വേണം സീൽ ചെയ്ത് സമർപ്പിക്കാൻ. പക്ഷേ ഫ്ലൈറ്റ് മോഡിലേക്ക് ഫോൺ മാറ്റണമെങ്കിൽ അവിടെ കൃത്യമായി ഈ ഫോൺ അൺലോക്ക് ആക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് പലതവണ പാസ്വേഡ് ആവശ്യപ്പെട്ടിട്ടും രാഹുൽ അത് നൽകാൻ തയ്യാറാകാതിരുന്നത്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായി മാറിയേക്കാവുന്ന ഒരു ലാപ്ടോപ്പ് കൂടി കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയിട്ടാണ് രാഹുലിന്റെ അടൂരിലെ വസതിയിലടക്കം ഇന്നലെ പരിശോധന നടത്തിയത്. പക്ഷേ 10 മിനിറ്റ് മാത്രമേ ആ പരിശോധന നീണ്ടുള്ളൂ. അത് എവിടെ നിന്നാണ് എന്ന്, ആ ലാപ്ടോപ്പ് എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രാഹുൽ അതിന് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. എന്തായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ആകെ ലഭിച്ചിരിക്കുന്ന മൊഴി യുവതി തന്റെ സുഹൃത്താണ്, ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്നത് മാത്രമാണ്. അവിടെ ഹോട്ടലിലെത്തിയത് സംസാരിക്കാനാണ് എന്നും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും രാഹുൽ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ, അതാണല്ലോ നിങ്ങളുടെ പണിയെന്ന് പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് കോടതിയിൽ പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾക്ക് കരുത്ത് പകരാനുള്ള നീക്കമാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ യുവതിയുടെ രഹസ്യമൊഴി എത്രയും പെട്ടെന്ന് രേഖപ്പെടുത്താനുള്ള നീക്കവും SIT ഊർജിതമാക്കിയിരിക്കുകയാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.